ആക്സിഡന്റ് പെട്ട ഒരു എലിനെ കണ്ടെത്തി. തീക്കളി അടി പൊന്തിക്ക്. नाम क्या है? ചെറിയ സ്വാമിയാണോ? സൂപ്പർ. ഹലോ ഇത് ഇത് പാർക്ക് പറഞ്ഞു. ഹാപ്പി വേണം പറ. മറ്റേ ബോൾഡ് ഓണം കഴിഞ്ഞ് 2 ദിവസമായിട്ടാ മീൻ കറിയാടി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഹാപ്പി ഓണം. അപ്പം നമ്മൾ എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസകൾ. ഹാപ്പി ഓണം ആശംസകൾ. ഓണം മുബാറക്. അപ്പോൾ 2:20 അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, കസിൻ്റെ ഇവിടെ ഉണ്ട് മായില്ല, അങ്ങോട്ട് പോകാം. നമുക്ക് ഫോട്ടോയിൽ കയറല. ഫോട്ടോയിൽ കഴിഞ്ഞ കുറേ പരിപാടി ഉണ്ട്. ഇന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളി ഇതുണ്ട്, ഇത് മലബാർ ഫെസ്റ്റ് എക്സിബിഷൻ, അവിടത്തേക്ക് പോകണം. അപ്പം എക്സിബിഷന് പോകണം. അപ്പോൾ അവിടെ പോകണം. ഇന്ന് മൊത്തത്തിൽ ഒരു വൈബ് തന്നെ. അപ്പോൾ ഫോട്ടോ എടുക്കാവില്ല, ഫുൾ കോസ്റ്റ്യൂമിലാണല്ലേ. അപ്പം അതിനെ പോവാം. ഇത് നമ്മുടെ സ്വന്തം നോസിലാട്ടാ പോകുന്നത്. ഈ വണ്ടി കണ്ടാൽ നമ്മളെ ഒന്നിക്ക് ഞാൻ ഉണ്ടാവില്ല, ചങ്ങായിൻ്റെ വണ്ടിയാണ്. എൻ്റെ അങ്ങനെ ഇവൻ്റെ വണ്ടി. ഇത് ഇവിടെ കേട്ടാ കുഞ്ഞിപ്പള്ളി എക്സിബിഷൻ. ഇത് രാത്രി തുറക്കും. ഇത് രാത്രി തുറക്കും. അപ്പോ രാത്രി പോണം. ഒപ്പം നമുക്ക് മായി പോയിട്ട് ചില്ലാക്കിട്ട് വരാം. ഹലോ ഇത് പാർക്ക് പറഞ്ഞു. ഹാപ്പി വേണം പറ. ഹാപ്പി വേണം പറ. ഹാപ്പി വേണം പറ. ഹാപ്പി വേണം പറ. ഹാപ്പി ഓണം. ഇനി പറഞ്ഞ ഹാപ്പി ഓണം പറ. ഇവനാണ് എന്റെ കസിൻ. എന്താ പറയാനുള്ളത്? ഇല്ല, ഇവനെ തന്തി ആയിക്കണ്ടാ. കോലം കണ്ട ഇല്ല. ഇവനെ തന്തി ആയിണ്ടാ. ഇവനെ വികാസ് ഡോക്ടർ തമ്മിലൊരു വ്യത്യാസം തോന്നുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? വികാസ് ഡോക്ടർ അങ്ങനെ ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി. ₹10 തരുന്നു ഷിയാസ്ക, ഫോട്ടോഗ്രാഫർ. അതിനാൽ എഴുതി കേരളത്തിൽ എത്താൻ തോന്നാ സുജില? ഇത് കേരളത്തിൽ എത്താൻ തോന്നാ? എത്താൻ തോന്നാ? ഇത് കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഞാനുണ്ടായ ശേഷമുള്ള 20,000 അത്രേ ഉള്ളൂ. 20 വയസ്സായി, തന്തിയായി. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് പറഞ്ഞാല് മഞ്ചക്കൽ. ഓ ഫുള്ളി ഇരുട്ട്. ശരി, വെറുതെ അല്ല. നമ്മള് മഞ്ചക്കലാട്ടല്ലേ, മാഹി മഞ്ചക്കൽ. ഇപ്പൊ സുഹൃത്തുക്കളേതാ നമ്മള് ഓണം കഴിഞ്ഞ് 2 ദിവസമായിട്ടാ. എനിക്ക് നബിദിനെല്ലാം വന്ന് തിരക്കായി പോയി. ആ വ്ളോഗ് ഇതാ ഇപ്പം അവിടെ പോകുന്ന ഫെസ്റ്റിൽ മലബാർ ഫെസ്റ്റ്. ഓണം കഴിഞ്ഞ് നബിദിനാശംസകളും പറയുന്ന അതും കഴിഞ്ഞു. ഇപ്പം നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ അന്ന് കാണിച്ചില്ലേനാ, നേരെ കാണിച്ചാൽ അടുത്ത കാണാൻ പോകുന്നത്. സമാധാനം പറഞ്ഞാൽ എൻട്രി ഫീസ് ഇല്ല, അതില്ല. പാവപ്പെട്ടവർക്കെല്ലാം പോവാം. എല്ലാവരും ഇവിടെ ഞാൻ കാണിച്ചത് എന്തെല്ലാം ആടെ പോയാൽ മുളക് ബജി കഴിക്കാം. മുളക് ബജി, ചായ മുളക് ബജി, ചായ തിന്നടാ. ഇവിടെ വയ്യുണ്ടാ, കൊത്തി കുഴിച്ച് വെച്ചിട്ട് ഒരു കോല അവിടെ. തിന്നടാ. ഇവിടെ പോകാം. സേഫ് ഹൈവേ 66 ഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ വന്നേട്ടാ. ഇവിടെ ഏട്ടനുണ്ട്, അവിടെ നിന്ന് വാങ്ങി സഹായിക്കണോ? ബേൽപൂരി, പാനിപ്പൂരി, മസാലപ്പൂരി, കോളിഫ്ലവർ. അങ്ങനെ തന്നെ. എവിടെ എത്രയാ വീട്? എത്ര ഒരു പീസിന് 15 രൂപയാണ്. മുളകുപൊടി മഞ്ഞപ്പൊടിയല്ല, വേറെ സാധനം. വേറെ ഉണ്ടിയില്ല. മീൻ കറിയാടി. മീൻ ഇല്ല, മീൻ ഇറച്ചി കളി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. വെറുതെ ബാക്കി ഇവിടുത്തെ കലാപരിപാടി. കുലുക്കി സർബത്ത്, ഗോവയാ. പിന്നെ നാടൻ തിരക്ക്. പെട്രോൾ അടിക്കാണ്ട്
ഇവിടെ മറ്റേ ബോൾ ഇടുന്നേടാ, ബോൾ ഇടുന്ന അതിനാണ് കളിക്കാൻ സ്ഥലമില്ലെന്ന് പറയുന്നത്. ആ പൊളി നൈസാണത്. തുള്ളി കളിക്കുന്ന കുഞ്ഞു പോയിണ്ടേ. പിന്നെ ഒരു ക്ലാറ്റ് ചെയ്യുന്ന ഗോപ്ര വേണ്ടി കുറച്ച് ക്ലാറ്റിന് അറിവുണ്ട് നമുക്ക് ശരിയാക്ക്. ഇരുതല മൂരിയുടെ ആട്ടം. ഓരോ കുടങ്ങളിലേക്ക് പോന്ന കൊടുത്താ മതി. ആ ഇപ്പ നമ്മള് മൈതാനം എല്ലാരും ലുലു പോയി ഡ്രസ് എടുക്കാം. എല്ലാരും ലുലു പോയി ഡ്രസ് എടുക്കാം. ആ സ്കൂൾ കളി അത് പൈവലേക്ക് പോകും. 2 കിലോമീറ്റർ വരെ ഓടാനുള്ള ചാൻസ് വിട്ട് കഴിഞ്ഞാല് മുക്കാലി തകർത്തിട്ട് പോകും. പാലിന് ഭയ നടക്കുന്നുണ്ട്. അക്ക് വേണ്ടി ഗോപി മഞ്ചൂരി നീ ഗോപി മഞ്ചൂരി അവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ മറ്റേതാടാ കറക്കുന്ന ഉരുളക്കിഴങ്ങ്. അതെ കറക്കുന്ന ഉരുളക്കിഴങ്ങ് കറങ്ങിയിട്ടുള്ള അവസാനം ഒരു വായിലൊക്കെ അങ്ങ് കൊള്ളാത്ത. ഓ കച്ചവടം എപ്പോ ഇങ്ങനെ എത്തിച്ചാണ്. പഴയകാല മിഠായികൾ, പുതിയ കാല മിഠായി ഡയർ ഫാൻഷൻ ഉണ്ട് തോന്നുന്നു. നോക്കാം. ഓ ഇത് പഴയ കാലമല്ല, ഇത് പുതിയ പായിട്ട് ബന്ധമില്ലെന്നാ. ഇത് ആടും മറ്റേ ചെമ്മരിയാടിന്റെ ഉള്ള സാധനം അതുണ്ട് കേട്ടോ. സിഗരറ്റ് പോലെ പോയി അടിയിട്ടു. പിന്നെ ഗോൾഡ് കോയിൻ ഉണ്ട്. അങ്ങനെ ഇറക്കിയ അമേരിക്ക ഇറക്കിയ ഗോൾഡ് കോയിൻ ഉണ്ട്. കസ്റ്റംസ് കാണാണ്ട് നോക്കുക. എന്തിനീ പോലെ തൂങ്ങിയാടുന്ന ജിരക മിഠായി സ്ഥലമൊന്നുമില്ല. തീക്കളി അടി പൊന്തിക്ക്. ആ वाह नाम क्या है? കറിയസ്വാമിയാണ്. സൂപ്പർ. ഇതിൻ്റെതാണ് എന്നാ സംഭവിച്ചതെന്നറിയില്ല. അതിനാണ് എനിക്ക് എന്ത് വിവരം ഇതിനെ കുറിച്ചിട്ട്, ആക്സിഡന്റ് അതിനെ കുറിച്ചിട്ട്. പൊട്ടിപ്പോ അതാണ് ഇങ്ങനത്തെ ഓരോ അപകടങ്ങളാ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി ഒന്നൊന്നല്ല, ഇത് വിഷയം പറയാ. ആ ഉള്ളടക്ക അപ്പടെ തിരിഞ്ഞു വരണടാ, മേലെ ബോഡി അങ്ങ് പോയി. എന്താ ചെയ്യണ്ടേ? ആ ആക്സിഡന്റിൽ ഏജൻസി എത്ര പരിക്കുണ്ടെന്ന് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയില്ല കേട്ടാ. ചന്ദ്രന്റെ മണല്ല ആക്സിഡന്റ് പെട്ട ഒരു എലിനെ കണ്ടെത്തി. പാവപ്പെട്ട തിന്നാൻ പറ്റിയ സാധനം ഇതാ ഇവിടെ ഉണ്ട്. ഇതാ പശക്കാർക്ക് പറ്റുകൊണ്ട് ഇത്രയുള്ള 50 രൂപ കിട്ടാമെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും വേണ്ട കാതിലെ മുറിച്ചു ചെറിയ. നമ്മൾ തണ്ടി വന്നപ്പോൾ 2 തണ്ടികളെ വീണ് കിട്ടി. ഡോക്ടറൊക്കെ പോകണ്ട കേട്ടാ. പിന്നെ നിങ്ങൾക്ക് എന്താ ആ അല്ല ഇല്ല കൺട്രിമാൻ. അരക്കിലോ 100 കുട്ടികളെയും കൂട്ടിച്ച് പോണോ? കല്യാണം കഴിഞ്ഞിട്ട് 100 രൂപ സ്ഥലത്തും കൂട്ടി പോവാത്ത മനുഷ്യനാണ്. എന്ത് പറഞ്ഞാലും പറയും അതങ്ങ് പിന്നാട്ടെ. ഇവിടെ വരുവാ അരക്കിലോ വളരെ അടുത്ത് തന്നെ പറയാം. എന്ത് തിന്നാലും അവസാനം ചെന്നെത്തുക ചായല. സീ ഫുഡ് എത്തില്ല. നടന്ന് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കളി. എൻ്റെ പേര് നടന്നത് ഇവൻ അങ്ങനെയായി. ഇവൻ മണ്ടേ അങ്ങനെയാ. സീ ഫുഡിലെല്ലാം വരിക, ചായ പിടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഹൈവേ തന്നെ കേട്ടാ. ഹൈവേനെ തൊട്ടിപ്പുറത്ത് അവിടെ തന്നെ ഈ ലോറിന് മുന്നിൽ ഹൈവേ. അത് കുറച്ചും കൂടെ വന്നാൽ ഒരു നായ നിൽക്കുന്നതാണ് അതിൻ്റെ മുന്നിൽ. പൈസ നമ്മുടെ വീട് ഇത്ര ആയിട്ടുള്ളൂ. അപ്പം ഓണമെല്ലാം കഴിഞ്ഞ കേട്ടോ. എല്ലാ സംഭവം കഴിഞ്ഞ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാ ഫോളോ ചെയ്യാം. അപ്പോൾ സമയമുള്ള കുഞ്ഞുപള്ളി ചെന്ന് നോക്കാം. നൈസായി പാട്ടാടാ. നമ്മൾ നടക്കൂലെന്ന് വെച്ചിട്ട് ഒരു പരിപാടി നമ്മൾ മാറ്റിയൊക്കെ കേട്ടോ. അത് ഇപ്പം എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറൂടാ. നടക്കൂലെന്ന് വെച്ചാൽ ഒരു പരിപാടി നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നടക്കുന്ന ആ പരിപാടി ആയിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തിൽ കൊത്തി വരിക. സ്പോർട്സ് ഫോളോ അടുത്ത് കാണാം.